السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. സ്നേഹമിശ്രണവും ശുഭദായകവുമായ ഈ ഒരു അവസരത്തിൽ എംലിറ്റിനായി കടന്നു വന്നിട്ടുള്ള വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ, എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ആദ്യമായി തന്നെ നിങ്ങൾക്ക് മുമ്പിൽ എണീറ്റ് നിന്ന് രണ്ടു വാക്ക് സംസാരിക്കാൻ അവസരം നൽകിയ ഇരുജഗലോക നിയന്താവായ സർവശക്തനായ അള്ളാഹുവിനെ ഞാൻ സ്തുതിച്ചുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾക്ക് ഞാൻ തുടക്കം കുറിക്കുകയാണ്. ഈ ലോകത്തിന്റെ ഏതൊരു മേഖല എടുത്തു നോക്കിയാൽ പോലും അവിടെ ഇസ്ലാമിന്റെയും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ആളുകളുടെയും വലിയ രീതിയിലുള്ള സംഭാവനകൾ തന്നെ നമുക്ക് കാണാനായി സാധിക്കും. അത് സാംസ്കാരികമാവട്ടെ, സാമൂഹികമാവട്ടെ, രാഷ്ട്രീയമാകട്ടെ, ആരോഗ്യമാവട്ടെ, ഏത് മേഖല എടുത്തു നോക്കിയാൽ പോലും അവിടെയെല്ലാം ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ആധിപത്യം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ തന്നെ ശാസ്ത്രപരമായ രീതിയിൽ നോക്കിയാലും അവിടെ ഇസ്ലാം എന്നത് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള മതമാണ്. ഇസ്ലാം ശാസ്ത്രമേഖലയിൽ തന്നെ ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയ മൂന്നിടങ്ങളാണ് ആസ്ട്രോണമി, അതുപോലെ തന്നെ ഓൾജിബ്ര, ഒപ്റ്റിക്സ്. ഈ മൂന്നിവ, അതായത് ബീജഗണിതം, അതുപോലെ തന്നെ വാനശാസ്ത്രം, ജ്യോതിശാസ്ത്രം എന്നിവയെല്ലാം നമ്മൾക്ക് എടുത്തു നോക്കിയാൽ തന്നെ 9 നൂറ്റാണ്ട് മുതൽ 18 നൂറ്റാണ്ടുകൾ വരെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സുവർണകാലങ്ങളിൽ ഒന്നായിരുന്നു. ഏകദേശം 12 നൂറ്റാണ്ട് മുതൽ 17 നൂറ്റാണ്ട് പേർക്കിടയിലാണ് ജ്യോതിശാസ്ത്രം ഇത്രത്തോളം, അല്ലെങ്കിൽ വാനശാസ്ത്രം ഇത്രത്തോളം ഇസ്ലാമിൽ വളർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്കറിയാം, നാം ഏറ്റവും പഠിച്ചു വെക്കേണ്ട, അതായത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഈ വാനശാസ്ത്രം എന്നുള്ളതല്ല. അപ്പോൾ നാം അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഇവയെ പറ്റിയിട്ട്. ക്ലോഡിയസ് ടോളമി എന്നുള്ള പണ്ടുള്ള ഗ്രീക്ക് ആസ്ട്രോണമറും അതുപോലെ തന്നെ വാനനിരീക്ഷകനുമെല്ലാമായ ടോളമി എന്ന ആളുടെ ടോളമിക് സിദ്ധാന്തങ്ങളെയെല്ലാം കൂടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇസ്ലാം 12-17 നൂറ്റാണ്ടുകൾ കടന്നു വരുന്നത്. ടോളമിക് സിദ്ധാന്തങ്ങളെ ഇസ്ലാം വികസിപ്പിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ടോളമിക് ഉപകരണങ്ങൾ, ഇതിനെല്ലാം കണ്ടുപിടിക്കാനായിട്ടുള്ള ടോളമിക് ഉപകരണങ്ങളെയും അവർ കണ്ടുപിടിക്കുകയും ഒരുപാട് പട്ടികകളെ ഇവർ സമാഹരിക്കുകയും ചെയ്തു. എന്നാൽ ഇസ്ലാമിന്റെ ഇത്തരത്തിലുള്ള ആസ്ട്രോണമിയിലെ കടന്നുകയറ്റം അത് അരിസ്റ്റോട്ടിലിന്റെയും അതുപോലെ തന്നെ ഈ ടോളമിയുടെയും പണ്ടുള്ള ചില ദൗർബല്യങ്ങളെയും എടുത്തു കാട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾക്ക് ഇസ്ലാമിന് അതിയായ മുന്നേറ്റങ്ങൾ കൊണ്ടുവരാനായി സാധിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഓൾജിബ്ര, ബീജഗണിതം 9-10 നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ ഒരുപാട് ഗണിതശാസ്ത്രപരമായ മാറ്റങ്ങൾ ഇസ്ലാമിന് ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അൽ ഖവാറിസ്മി എന്നവർ ബീജഗണിതത്തിനെ ഗണിതശാസ്ത്രത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക മേഖലയായിട്ട് തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതിന്റെ പേരിൽ ഒരുപാട് പുസ്തകങ്ങൾ രചിക്കുകയും അത് ഇന്ന് ഈ ലോകത്തോളം ഒരുപാട് ആളുകൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. യൂറോപ്യരായ ആളുകൾ ഈ ഇത്തരത്തിൽ ഇദ്ദേഹം എഴുതിയ കൃതികളിൽ അതീവമായി ഒരുപാട് താല്പര്യം കാണിക്കുകയും അദ്ദേഹത്തിലേക്ക് പഠിക്കുവാനായി അവിടേക്ക് കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. അത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഉന്നമനത്തിന് കാരണമായിട്ടുണ്ട് എന്നുകൂടി ഉണർത്തുകയാണ്. മറ്റൊന്നാണ് ഒപ്റ്റിക്സ് എന്നുള്ളത്. ഒപ്റ്റിക്സ് ആദ്യകാലങ്ങളിൽ മനുഷ്യന്റെ കണ്ണുകളെ പറ്റിയിട്ടുള്ള പഠനങ്ങളൊന്നും അത്രയും ഊർജ്ജസ്വലമായി നടന്നു വന്നിരുന്നില്ല. എന്നാൽ ഒപ്റ്റിക്സിന്റെ കടന്നുവരവോടുകൂടി
ഇസ്ലാം അതിലും ഉന്നമനത്തിലേക്ക് എത്തി. എല്ലാവരും ധരിച്ചു വെച്ചിരുന്നത് കണ്ണെന്നത് പ്രകാശത്തിന്റെ ഉറവിടമാണെന്നും അത് ഇല്ലെങ്കിൽ ഈ ലോകം ഇരുണ്ടതാകുമെന്നുമാണ്. അത് ശരിയാണെങ്കിൽ പോലും അതിൽ യഥാർത്ഥത്തിലുള്ള എല്ലാവിധ കണ്ടുപിടുത്തങ്ങളും ഇസ്ലാം നടത്തിയിട്ടുണ്ട്. അൽ ഹൈതം എന്ന ഒപ്റ്റിക്സിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ ഒരുപാട് കണ്ണിനെ പറ്റിയിട്ടുള്ള ഒരു ഡയഗ്രാം കൊടുക്കുകയും അത് നാഡീവ്യൂഹവുമായി കണക്ട് ചെയ്തിരിക്കുന്നതും വളരെ കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ ആകൃഷ്ടരായ പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇസ്ലാമിന്റെ ഇത്തരത്തിലുള്ള എല്ലാവിധ കണ്ടുപിടുത്തങ്ങളിലും ഭാഗമാവുകയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.